ഹായ് നമസ്കാരം. റിജു പേട്. ഞാനിപ്പോൾ നാട്ടിലുണ്ട്. ഇന്ന് ഈസ്റ്ററാണ്. ഈസ്റ്റർ ദിവസത്തിൽ നമ്മുടെ നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ടു, മീറ്റ് ചെയ്തു. എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട് ഫ്രണ്ട്സുമായിട്ട്. നമ്മളൊരു എൻ്റെ ഒരു ചേട്ടനെ പരിചയപ്പെടുത്താം. ഓക്കെ, നമസ്കാരം. ഞാൻ കണ്ടതിൽ കുറേ ദിവസമായിട്ട് അവർ കണ്ടിട്ട് ഓണം, ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് ഈ സമയത്തേക്ക് കാണാറുള്ളത്. പിന്നെ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് ഞാൻ പരിചയപ്പെട്ടിരുന്ന സമയത്തുള്ള എല്ലാവരും പറയുന്ന ഒരു കേസുണ്ട്. ഏറ്റവും വലിയ കേരളത്തിനകത്തുള്ള ഒരു സംഭവത്തിലുള്ള ഇവൻ്റെ ഒരു പ്രവൃത്തി മേഖല അവർ സാധാരണ മനസ്സിലെത്തി കയറി വന്നിട്ടുണ്ട്. അഭിനയ രംഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഗ്രേറ്റാണ്. അവർ ചില റീൽസുകൾ കാണുന്ന സമയത്തുണ്ടല്ലോ, അത് എല്ലാവരും കോമഡി ആയിട്ട് കാണും. അയാൾ ഭയങ്കര ഗ്രേറ്റാണ്. നിങ്ങളൊരു സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അയാൾ ഭയങ്കരമായിട്ട് കയറി വരും. നമ്മുടെ കുമാരേട്ടൻ പേട് കുമാർ ഒരു ചെറിയൊരു ഡോണാണ്. ചെറിയ ഡോണ് പറയേണ്ട ആവശ്യമില്ല. ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, റേഡിയോയിൽ കേരള ഇതിൽ ആകാശവാണിയിൽ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും എത്തൂല ഈ പറയുന്നത്, പെട്ടെന്ന് എത്താൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വിളിക്കുമ്പോൾ ഞാൻ കാസർഗോഡ് വിളിക്കും, ഞാൻ പെട്ടെന്ന് എത്താൻ പറ്റൂല. പിന്നെ അതിന് ഒരു കാര്യം പറയാം, പക്ഷെ കല ഒരു സൗണ്ട് കേട്ടാൽ എവിടെ നിന്നാലും നമുക്ക് എത്താൻ പറ്റും. അത് എവിടെയും കേൾക്കാൻ പറ്റും. പിന്നെ ഇയാളെ കുറിച്ച് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ഇയാൾ കഴിവുള്ളൊരു മനുഷ്യനാണ്. ചെറുതല്ല, വലിയ ഒരു ഈ ഈസ്റ്റർ ദിവസത്തിൽ അയാളെ കൊണ്ടൊരു വരി പാട്ടിട്ടില്ല. ഞാൻ ഒരു വരി പാട് നിങ്ങളെ കൊണ്ട് പാടാനാണ് ഞാൻ പറഞ്ഞത്. എന്നെ വേണ്ട. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾ കാവിലെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. മതി. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് നമസ്കാരം. താങ്ക് യു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈസ്റ്റർ? അടിപൊളിയായിരുന്നു. എല്ലാവർക്കും എല്ലാവർക്കും ഓക്കെ. Have a nice day.